ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു പകൽ, രാത്രി, വൈകുന്നേരം, ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത്, ഇത് ദൈവത്താൽ ഉണ്ടാക്കിയ ദിവസമാണ്. അതുകൊണ്ട് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ നനച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, എന്താ പറയുക, ഒരിക്കൽ പോലും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകി തരുവാനായിട്ട് പോവുകയാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൻ ഒരുക്കി വെച്ചിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അതുപോലുള്ള അനുഗ്രഹങ്ങളെ കർത്താവ് ഇന്ന് പകർന്നിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ, ഒരു കീ സ്പോൺസറാണ്, കോതമംഗലത്ത് നിന്ന് സിസ്റ്റർ എൽസി ആണ്. താങ്ക് യു സിസ്റ്റർ എൽസി. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടഭാരം മാറുവാൻ, കെട്ടിട വിൽപ്പന എത്രയും വേഗം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആത്മീകമായും ശാരീരികമായും ആരോഗ്യമുണ്ടാകുവാൻ, അതുപോലെ കൊച്ചുമക്കളുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അങ്ങ് അനുഗ്രഹിച്ചതിനായി നന്ദി. ദൈവത്തിൻ്റെ പദ്ധതികളും പ്രവൃത്തികളും അങ്ങ് വെളിപ്പെടുത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ ഹല്ലേലൂയ. അങ്ങയുടെ മഹത്വത്താൽ നിറച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ ശനിയാഴ്ച അമരവിളയിൽ വെച്ച് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടുത്തതായി വരുന്നത് അമരവിളയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ അമരവിളയിൽ ദേവിക ഓഡിറ്റോറിയത്തിൽ 2ാം ശനിയാഴ്ച ജൂലൈ 12 രാവിലെ 10 ഒരു വലിയ സംഘം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വന്നു ചേരുകയാണ്. നിങ്ങൾക്ക് ഈ അവസരം മിസ്സാകരുത്. കർത്താവായ യേശു വലിയ വിടുതലുകൾ, രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലം പരമ്പര തുടരുകയാണ്. കഥ ഇതുവരെ ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിലാണ് 9 ഐറ്റംസ് ഉള്ള ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഒരു ഫലം കാണുക. ആത്മാവിൻ്റെ ഒരു ഫലം, നമ്മുടെ ഫലമല്ല, ആത്മാവിൻ്റെ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. നമ്മുടെ ഫലമേ അല്ല. നമ്മളൊക്കെ കായ്ച്ച ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ മോശമായ കാട്ടുമുന്തിരിയൊക്കെയാണ് നമ്മൾ കായ്ച്ചത്. എന്നാൽ ഏറ്റവും നല്ല ഫ്രൂട്ട് പരിശുദ്ധാത്മാവിനാണ് ഈൽഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ഈ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, അങ്ങനെ 9 എണ്ണമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓറഞ്ച് പൊളിച്ച് കാണിച്ചു. അതിൻ്റെ അകത്തിരിക്കുന്ന അല്ലികൾ പോലെ, സെഗ്മെൻറ്റ്സ് പോലെ, സെക്ഷൻസ് പോലെ, ഒറ്റ ഫ്രൂട്ടാണെങ്കിലും അതിനകത്ത് ഇതെല്ലാം ഉണ്ട്. കാരണം ഹോളി സ്പിരിറ്റാണ് അത് ഈൽഡ് ചെയ്യിക്കുന്നത്. ഫലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് ഏദൻ തോട്ടം വരെ പോയി തിരിച്ചു വന്നു. ഏദൻ തോട്ടത്തിൽ നമ്മൾ കണ്ടത് ഒത്തിരി 100 കണക്കിന് ഫലവൃക്ഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ 2 വൃക്ഷം. ഒന്ന് ജീവൻ്റെ വൃക്ഷം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തേത് നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണ്. ഒന്നിന് നമ്മൾ TOL എന്നും മറ്റതിന് TOK എന്നും പേര് കൊടുത്തു. ഒന്നിന് നമ്മൾ TOL എന്നും മറ്റതിന് TOK എന്നും പേര് കൊടുത്തു. ട്രീ ഓഫ് ലൈഫ്, ട്രീ ഓഫ് നോളജ്. ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇത് 2 സൈൻ പോസ്റ്റാണ്. ഇവിടെ വെച്ച് വഴി തിരിയുകയാണ്. ഒന്ന് ഈ റൂട്ട് പിടിച്ചാൽ, ജീവവൃക്ഷത്തിൻ്റെ റൂട്ട് പിടിച്ചാൽ, കർത്താവിൽ ആശ്രയിച്ച്, കർത്താവിൽ വിശ്വസിച്ച്, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ, കർത്താവിനെ അനുസരിച്ച് ആത്മാവിൻ്റെ വഴിയിൽ നടന്ന് ഇമ്മോർട്ടാലിറ്റിയിൽ അഥവാ നിത്യജീവനിലെത്താം. മറ്റേതാണെങ്കിൽ ആദ്യം തന്നെ അറിവ് വരും. കണ്ണ് തുറന്ന് തെറ്റും ശരിയും മനസ്സിലാക്കുന്നൊരു ഡിസേണിങ്ങിനുള്ള കഴിവ് ആദ്യം വരും. അതിനുശേഷം തെറ്റും ശരിയും വിവേചിച്ച് ശരി മാത്രം എടുത്തെടുത്ത് പോകണം. അങ്ങനെ പോയി നമ്മുടേതായ നിയമങ്ങൾ, നമ്മുടെ മതങ്ങൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എത്തിക്സ് ഒക്കെ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് നമ്മുടേതായ ഒരു നീതിപ്രവൃത്തിയിലൂടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച് പോയി മരിക്കുക. അതായത് മോർട്ടാലിറ്റിയിൽ ചെന്ന് അവസാനിക്കുന്നു. ഇത് രണ്ടും നമ്മൾ കണ്ടു. അതുകൂടാതെ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് നമ്മൾ കണ്ടു. ഈ വഴിയിൽ പോയാൽ, അതായത് അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ വഴിയിൽ പോയാൽ പിന്നെ നമ്മിൽ
വീഴ്ച സംഭവിച്ച് ഒരു ഫോളൻ നേച്ചറിലൂടെ പിന്നെ അവസാനം കിട്ടുന്ന ഒരു ജഡ സ്വഭാവമുണ്ട്. ആ ജഡത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും. അങ്ങനെയാണ് അത് പോകുന്നത്. എന്നാൽ അതിനുശേഷം നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആത്മാവിൻ്റെ തന്നെ കൃപാവരങ്ങളും ഉണ്ട്, ഫലമുണ്ട്, തമ്മിലുള്ള ഡിഫറൻസ്. ആത്മാവിൻ്റെ വരം എന്ന് പറയുന്നത് പവർ ഗിഫ്റ്റ്സാണ്. മറ്റുള്ളവരെ നേടാൻ, മറ്റുള്ളവരെ എൻകറേജ് ചെയ്യാൻ, മറ്റുള്ളവരെ ബലപ്പെടുത്താൻ, ആത്മീയവർദ്ധന വരുത്തുവാൻ, ശുശ്രൂഷിക്കാൻ, പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സൂപ്പർ നാച്ചുറൽ എംപവർമെൻ്റാണ്. എന്നാൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് അതല്ല. ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്ക് വിളയിച്ചെടുക്കുവാനുള്ള, അല്ലെങ്കിൽ ഫ്രൂട്ടുകൾ നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കി ഗ്രോ ചെയ്തെടുക്കുവാനുള്ളതാണ്. ഇത് പെട്ടെന്ന് കിട്ടും. ഇത് ജീവിതകാലം കൊണ്ട് വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. അതിൻ്റെ ഡിഫറൻസൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ കണ്ടത് ആദ്യത്തെ ഫ്രൂട്ടിലുള്ള ആദ്യത്തെ അല്ലി എടുത്തു. 9 അല്ലികളുള്ളതിൽ ആദ്യത്തേതാണ് സ്നേഹം. സ്നേഹമാണ് എല്ലാത്തിൻ്റെ ആധാരം. സ്നേഹമില്ലെങ്കിൽ നമ്മളൊന്നുമില്ല. ദൈവം സ്നേഹം തന്നെയാണ്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു വന്നു. ഇന്ന് നമ്മൾ രണ്ടാമത്തേതിലേക്ക് കയറുകയാണ്. വാട്ട് ഈസ് ദാറ്റ്? ജോയ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ജോയ്, സന്തോഷം. ഈ സന്തോഷത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നെഹമ്യാവിൻ്റെ പുസ്തകം 8:10 ഞാൻ സാധാരണ ക്വാട്ട് ചെയ്യാറുണ്ട്. അതിൽ പറയുന്നത്, ഡോണ്ട് ബി ഡിജക്റ്റഡ് ആൻഡ് സാഡ്, ഫോർ ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. നെഹമ്യാവിന് പറയുകയാണ്, നിങ്ങൾ ആരും നിരാശപ്പെടരുത്, ദുഃഖിച്ചിരിക്കരുത്, കാരണം കർത്താവിലെ സന്തോഷം നമ്മുടെ ബലമല്ലോ. ഇവിടെ ദിസ് വേഴ്സ് വാസ് സ്പോക്കൺ ഇൻ എ മൊമെൻ്റ് ഓഫ് റിവൈവൽ ആൻഡ് ഡീപ്പ് കൺവിക്ഷൻ. ഈ നെഹമ്യാവ് ഇത് പറയുന്നത് ഭയങ്കരമായൊരു ഉണർവ്, ആത്മീയ ഉണർവ് ദേശത്തുണ്ടായി. ഭയങ്കര ആത്മീയ ഉണർവായിരുന്നു. ആ ഉണർവിലാണ് നെഹമ്യാവ് ഈ വാക്കുകൾ പറയുന്നത്. നിങ്ങളാരും ദുഃഖിച്ചിരിക്കല്ലേ, കാരണം ഇത് കർത്താവിലെ സന്തോഷമാണ് നിങ്ങളുടെ ബലം. സോ ജോയ് ഈസ് കണക്റ്റഡ് ടു സ്ട്രെങ്ത്. സോ ഇഫ് യു ലൂസ് ജോയ്, യു ലൂസ് സ്ട്രെങ്ത്, യു ബിക്കം വീക്ക്. ഇത് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന ഒരു സന്തോഷമാണ്. ഈ പലതരം ഈ സന്തോഷം എന്ന് പറയുമ്പോൾ ജനറലായിട്ട് നമ്മളത് ഉപയോഗിക്കുന്നെങ്കിലും പലതരത്തിലുള്ള സന്തോഷമുണ്ട്. ഇവിടുത്തെ സന്തോഷം ആത്മാവിലെ സന്തോഷമാണ്. റോമാലേഖനം 14:17 എല്ലാവർക്കും അറിയാം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, എന്നാൽ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമത്രേ. ദ ഹോളി സ്പിരിറ്റ് ഈസ് എ ജോയ് സ്പിരിറ്റ്. പരിശുദ്ധാത്മാവാണ് സന്തോഷത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഉണർവ്, അതായത് നെഹമ്യാവിൻ്റെ കാലത്ത് ഈ ഉണർവ് ഉണ്ടാകാൻ കാരണം അതിന് മുമ്പ് ദൈവവചനം മണിക്കൂറുകളായിട്ട് ഇങ്ങനെ അവർ വായിക്കുകയും ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തു. മണിക്കൂറുകൾ ദൈവവചനം കേട്ട് വന്നപ്പോൾ ഭയങ്കരമായിട്ട് എസ്ര പുരോഹിതനുണ്ട് അവിടെ. അദ്ദേഹമൊക്കെ ഈ വചനം എടുത്ത് ഇങ്ങനെ വായിക്കുകയാണ്. വായിച്ച് കേട്ടപ്പോൾ ജനങ്ങളങ്ങ് അനുദപിക്കാൻ തുടങ്ങി. അവർക്കൊരു ആത്മതപനമുണ്ടായി, അനുതാപമുണ്ടായി, പശ്ചാത്താപമുണ്ടായി, ഹൃദയനുറുക്കമുണ്ടായി. അവരുടെ ഹൃദയങ്ങളൊക്കെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ ദിവസം ആരുടെയൊക്കെ ഹൃദയങ്ങളിലുള്ള ഈയം പോലെ പിടിച്ചിരിക്കുന്ന, കട്ടി പിടിച്ചിരിക്കുന്ന ദുഃഖങ്ങൾ, ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണേ. മെഴുക് പോലെ ഉരുകി കട്ട പോലെയൊക്കെ പിടിച്ചിരിക്കുന്ന വസ്തുക്കൾ, ഹൃദയത്തിനകത്ത് അനാവശ്യമായി പിടിച്ചിരിക്കുന്ന സകല സാധനങ്ങളും കർത്താവ് ഉരുക്കി എടുത്ത് കളയാൻ പോവുക. ഭയങ്കര ഫ്രീഡം കിട്ടും. ദൈവവചനം കേട്ടപ്പോൾ നെഹമ്യാവിൻ്റെ കാലത്ത് അവരുടെ ഹൃദയങ്ങളിൽ അനേക വർഷങ്ങളായി അടിഞ്ഞുകൂടിയിരുന്ന ലെയറായിട്ട് കിടന്നിരുന്ന ദുഃഖങ്ങളും നിരാശയും ഡിപ്രഷനും ദൈവത്തിൽ നിന്ന് അകൽച്ചയെല്ലാം മാറിപ്പോയി. അങ്ങനെ അവർ ഭയങ്കരമായിട്ട് റിഫ്രഷ്ഡായി. അങ്ങനെ ഒരു വലിയ സന്തോഷം വന്നപ്പോൾ എസ്രായും നെഹമ്യാവും കൂടി പറഞ്ഞ കാര്യമാണ്, ഡോണ്ട് മോൺ ബട്ട് സെലിബ്രേറ്റ്. എല്ലാവരും പറഞ്ഞേ, ഡോണ്ട് മോൺ ബട്ട് സെലിബ്രേറ്റ്. എഴുതി വെക്കുക, ടൈപ്പ് ചെയ്തിടുക. ദുഃഖിച്ചിരിക്കരുത്, ആഘോഷിക്കുക. പറ, ദുഃഖിച്ചിരിക്കരുത്, ആഘോഷിക്കുക. ദുഃഖിച്ചിരിക്കരുത്, കർത്താവിൽ സന്തോഷിക്കുക. കാരണം കർത്താവ് ജനത്തെ മടക്കി വരുത്തിയിരിക്കുന്നു, ഹൃദയങ്ങളെ മടക്കി വരുത്തിയിരിക്കുന്നു. സെഫന്യാവിൻ്റെ പുസ്തകം 3:17 ദൈവം ജനങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ മടക്കി വരുത്തുമ്പോൾ ഹി റിജോയ്സസ് ഓവർ ഹിസ് പീപ്പിൾ വിത്ത് ജോയ്. ജനങ്ങളിൽ കർത്താവ് സന്തോഷിക്കും. കർത്താവ് പോലും സന്തോഷിക്കുന്ന ഒരു സംഭവമാണ്.
എന്താണ് ഈ സന്തോഷം? വാട്ട് ഈസ് ജോയ്? ജോയ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് പ്രോബ്ലംസ്. എപ്പോഴും നമ്മുടെ തലയിലുള്ളത് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിക്കഴിയുമ്പോൾ കിട്ടുന്നൊരു സാധനമാണ് സന്തോഷം. ദൈവവചനം അങ്ങനെ പറയുന്നില്ല. ഇറ്റ് ഈസ് നോട്ട് എ ബേഴ്സ്റ്റ് ഓഫ് ഇമോഷൻ. ഭയങ്കരമായിട്ട് അകത്ത് ഇങ്ങനെ തിരത്തള്ളലായി വരുന്ന വികാരമല്ല സന്തോഷം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ റിയാക്ഷൻ ടു പ്ലഷർ. നമുക്ക് അല്ലാതെയുള്ളൊരു ആസ്വാദനം ഉണ്ടാവില്ല, ശാരീരികമായ രീതിയിലുള്ളൊരു പ്ലഷർ കിട്ടിക്കഴിയുമ്പോൾ വരുന്ന സാധനവുമല്ല ജോയ് എന്ന് പറയുന്നത്. ജോയ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്. സന്തോഷം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒരു പാർട്ടാണ്. ദാറ്റ് കംസ് ഫ്രം അബൈഡിങ് ഇൻ ക്രൈസ്റ്റ് റിഗാർഡ്ലെസ് ഓഫ് സർക്കംസ്റ്റൻസസ്. ഇത് വരുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൽ വസിക്കുമ്പോൾ, ക്രിസ്തുവിൽ വസിക്കുമ്പോൾ, ആത്മാവിൽ വസിക്കുമ്പോൾ, സാഹചര്യങ്ങളുമായി ബന്ധമില്ലാതെ, സാഹചര്യങ്ങൾക്ക് അതീതമായി വരുന്ന പ്രത്യേകമായ ഒരു ദൈവം നിറയ്ക്കുന്ന ഒന്നാണ്. എൻ്റെ ബൈ പ്രോഡക്റ്റാണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സൂപ്പർ നാച്ചുറൽ ഡിലൈറ്റ് in the presence of God and with a purpose and promises of God. ദൈവത്തിൻ്റെ സാന്നിധ്യ നിമിത്തവും ദൈവത്തിൻ്റെ നമ്മോടുള്ള ഉദ്ദേശ നിമിത്തവും അതിൻ്റെ വാഗ്ദത്ത നിമിത്തവും നമുക്ക് കിട്ടുന്ന സൂപ്പർ നാച്ചുറലായിട്ടുള്ള പ്രകൃതിക്കപ്പുറത്തുള്ള ഒരു സന്തോഷമാണിത്. അതുകൊണ്ട് ഈ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റിൽ രണ്ടാമത് സ്ഥാനം പിടിച്ചിരിക്കുന്നത് സന്തോഷമാണ്. ചുരുക്കി പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ലൈഫിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് എൻ്റെ സന്തോഷമാണ്. ഒത്തിരി പേര് നേരെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചിരിക്കുന്നത്. ഒത്തിരി പേര് വിശ്വാസത്തിൽ വരാൻ മടിക്കാൻ കാരണം, വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞ് ഞാൻ ഇന്ന് ആസ്വദിക്കുന്ന പലതും എനിക്ക് ആസ്വദിക്കാൻ പറ്റില്ല. മൊബൈൽ നോക്കാൻ പറ്റില്ല, സിനിമാക്ക് പോകാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല, കള്ളം പറയാൻ പറ്റില്ല, ആണും പെണ്ണുമായിട്ട് നടക്കാൻ പറ്റില്ല. ഒത്തിരി ഫ്രീഡം അങ്ങ് നഷ്ടപ്പെട്ട് ഈ ഭക്തി എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഓരോ ജീവിതത്തിലെ ഒരു ആസ്വാദനവുമില്ലാതിരിക്കുന്നൊരു ജീവിതം, ഒരു മുരടിച്ച ഉണങ്ങിയ ഒരു രസമില്ലാത്തൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നാണ് പരക്കെ ലോകാഭിപ്രായം. എന്നാൽ ബൈബിൾ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ്. അവർക്കില്ലാത്ത സന്തോഷം നമ്മുടെ അകത്തുണ്ടായിരിക്കും. ഭക്തിയുടെ മാർഗം സന്തോഷത്തിൻ്റെ മാർഗമാണ്. ക്രിസ്തീയ മാർഗം സന്തോഷത്തിൻ്റെ മാർഗമാണ്. വീണ്ടും ജനിച്ച് ദൈവമക്കളായി ജീവിക്കുന്നത് സന്തോഷത്തിലാണ്, ദുഃഖത്തിലല്ല, നിരാശയിലല്ല. ഡിപ്രഷൻ മാറ്റുന്ന ഒന്നാണ് ക്രിസ്തീയത എന്ന് പറയുന്നത്. വാവ്. ഇത് പറയാൻ കാരണം എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഒരാൾക്കും തരാൻ കഴിയാത്ത സന്തോഷം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിക്കും. സ്നേഹം കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രകടമാകേണ്ട ഒന്നാണ് സന്തോഷം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ. ഇനി നമ്മളൊരു കാര്യം കൂടി ഓർക്കണം. ഈ നമുക്ക് 3 സാധനങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമുക്കൊരു ശരീരമുണ്ട്, ശരീരത്തിനകത്തൊരു മനസ്സുണ്ട്, അതുകൂടെ ഒരു ആത്മാവുണ്ട്. ബോഡി, സോൾ, സ്പിരിറ്റ്. ഈ ബോഡി, ശരീരത്തിന് വേണ്ട സാധനം എന്താണെന്നറിയാമോ? പ്ലഷർ. ശരീരത്തിന് വേണ്ടതാണ് പ്ലഷർ പോയിൻറ്റ്സ് ഉണ്ട്. ഈ പ്ലഷർ കൊണ്ടുവരുന്ന ഹോർമോൺസ് ഉണ്ട്. ശരീരത്തിന് വേണ്ടതാണ് പ്ലഷർ. എന്നാൽ മൈൻഡ്, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സാധനമാണ് മൈൻഡ് അകത്തിരിക്കുന്നത്, ഇൻവിസിബിളാണ്. മൈൻഡിന് വേണ്ടത് ഹാപ്പിനെസ്സാണ്. ഹാപ്പിനെസ് ഈസ് കണക്റ്റഡ് ടു ഹാപ്പനിങ്സ്. പല കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു പുതിയ കാറ് കിട്ടി, ആർ യു ഹാപ്പി? ഐ എം ഹാപ്പി. അപ്പോൾ ഒരു പുതിയ വീട് കിട്ടി, കല്യാണം കഴിച്ചു, ആർ യു ഹാപ്പി? ഐ എം ഹാപ്പി. ഒരു വെക്കേഷന് പോയി. ഇതിലൊക്കെ കിട്ടുന്ന ഹാപ്പനിങ്സിലൂടെ, ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് ഹാപ്പിനെസ്. അതും സന്തോഷം എന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അടുത്തതാണ് ആത്മാവിന് വേണ്ടത് പ്ലഷറല്ല, ആത്മാവിന് വേണ്ടത് ഹാപ്പിനെസ് അല്ല, ആത്മാവിന് വേണ്ടത് ജോയ്, സന്തോഷമാണ്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ശരീരത്തിന് വേണ്ടത് പ്ലഷർ, ബോഡി നീഡ്സ് പ്ലഷർ. മൈൻഡിന് വേണ്ടത് എന്താണ്? മൈൻഡ് നീഡ്സ് വാട്ട്? ഹാപ്പിനെസ്. എന്നാൽ ജോയ് എന്ന് പറയുന്നത് സ്പിരിറ്റിന് വേണ്ടതാണ്. ഇതൊക്കെ ഈ വാക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ടെക്നിക്കലി ഞാൻ ഈ പറഞ്ഞതാണ് കറക്റ്റ്. ഇങ്ങനെ 3 തരത്തിലാണ് കിടക്കുന്നതെന്ന് ഓർക്കണം. ശരീരത്തിന് വേണ്ടത് പ്ലഷർ, മൈൻഡിന് വേണ്ടത് ഹാപ്പനിങ്സ്, എന്നാൽ
ആത്മാവിന് വേണ്ടത് സന്തോഷമാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ജയിലിൽ കിടക്കുന്ന 2 അപ്പസ്തോലന്മാരുടെ അഥവാ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കഥ അനേകം പ്രാവശ്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. 25-ാമത്തെ വചനത്തിലേക്കൊക്കെ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പുണ്ടായതറിയാം. ഈ വെളിച്ചപ്പാടാത്മാവുള്ളൊരു പെങ്കൊച്ച് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ വെളിച്ചപ്പാടാത്മാവിൽ പ്രവചിച്ച് കാശൊത്തിരി ഉണ്ടാക്കിയിരുന്നു. ഒരു ആളുകൾ അവളെ കൊണ്ടുനടക്കായിരുന്നു കാശുണ്ടാക്കാൻ വേണ്ടി. പക്ഷേ പൗലോസ് അവളിലുള്ള ദുർഭൂതത്തെ ശാസിച്ചപ്പോൾ ആ പരിപാടി അങ്ങ് നിലച്ചു. അതോടടുത്ത ആളുകൾ അവർക്കെതിരായി അവരെ തല്ലിച്ചതച്ച് കാരാഗൃഹത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ കിടക്കുന്ന സമയത്ത് തല്ലിച്ചതച്ചെന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും അവർ ദേ ആർ കംപ്ലീറ്റ്ലി ബീറ്റൺ ആൻഡ് ബ്രോക്കൺ. ഈ സമയത്ത് അർദ്ധരാത്രിയിൽ 25-ാമത്തെ വചനത്തിൽ പറയുന്നത് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു പാടി ആരാധിച്ചു. ആ സമയത്ത് അവിടെ ഒരു ഭയങ്കര വിടുതലുണ്ടായി. ഈ സന്തോഷമുള്ളവൻ പാട്ട് പാടട്ടെ, ദുഃഖിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്നൊരു വചനമുണ്ട്. അപ്പോൾ സന്തോഷമുള്ളതുകൊണ്ടല്ല അവർ പാടുന്നത്. ഈ സമയത്തും അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുക. അതായത് നാണക്കേടെന്ന് പറഞ്ഞാൽ നാണക്കേട്. വലിയ 2 അപ്പസ്തോലന്മാർ, ദൈവദാസന്മാർ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഭയങ്കര അഭിഷിക്തന്മാരാണ്. അവരെയാണ് പെരുവഴിയിലിട്ട് തല്ലിച്ചതച്ച് ജയിലിൽ കൊണ്ടുപോയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവരുടെ അകത്ത് നിറഞ്ഞു വന്നത് സ്പിരിറ്റിനകത്ത്, ശരീരത്തിലല്ല. ശരീരത്തിന് പ്ലഷറില്ല, കംപ്ലീറ്റ് പെയിനാണ്. പ്ലഷറിന് പകരം പെയിനാണ് അവരനുഭവിക്കുന്നത്. ഈ സമയത്ത് മൈൻഡിലാണെങ്കിൽ ഹാപ്പിനെസ് ഒന്നുമില്ല, കാരണം അതിനെ പറ്റിയ ഹാപ്പനിങ്സ് അല്ല നടന്നിരിക്കുന്നത്. എന്നാൽ അകത്ത് ജോയ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പാട്ട് പാടി ദൈവത്തെ ആരാധിച്ചത്. അതോടുകൂടി അവിടെ ഒരു ജയിൽ ബ്രേക്കിംഗ് അനോയിൻറ്റിങ് ഇറങ്ങി. അവർ മാത്രമല്ല, ആ കാരാഗൃഹത്തിലുള്ള എല്ലാ ജയിൽ പുള്ളികളും സ്വതന്ത്രമായി. പിന്നെ അവിടെ നടക്കുന്നത് സ്നാന ശുശ്രൂഷയാണ്. രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു. ആര്? തടവുപുള്ളികളല്ല, ഈ ജയിലർ തന്നെ, കാരാഗൃഹ പ്രമാണി തന്നെ സ്നാനപ്പെടുവാണെന്ന് രാത്രി. ഇപ്പോൾ അവിടെ വിളിച്ചു പോയിട്ട് ഇവിടെ ജോലി ചെയ്ത് പുറത്താകുമോ, ഇതൊന്നും ഒരു വിഷയമല്ല. അതുപോലെ ദൈവം അവിടെ പ്രവർത്തിച്ചു. കാരണം ഭൂകമ്പമാണ് ഉണ്ടായത്. അപ്പോൾ ദൈവിക സന്തോഷത്തിൽ ആരാധിച്ചാൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകാൻ, ചിലതിന് കിളക്കം തട്ടാനും വിടുതലുണ്ടാകാനൊക്കെ സാധ്യതയുണ്ടെന്നുള്ള ഒരു സന്ദേശം ഞാൻ പാസ് ചെയ്യാം. ഇനി ഈ സന്തോഷം ക്രിസ്തീയ ജീവിതത്തിൽ അനിവാര്യമാണ്. ദിസ് ഈസ് എ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് ആൻഡ് ദിസ് ഈസ് എസെൻഷ്യൽ ഫോർ അസ്. എന്തിനൊക്കെയാണ് വേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, ജോയ് ഈസ് വെരി വെരി സ്ട്രെങ്തനിങ്. സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, സന്തോഷം ഉണ്ടെങ്കിൽ ശക്തി ഉണ്ടായിരിക്കും എന്ന് പറയാം. ഞാനിത് പറയുമ്പോൾ തന്നെ പലരുടെ ഹൃദയങ്ങൾ സന്തോഷം കൊണ്ട് നിറയാൻ പോവുക. ഈ സന്തോഷം ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന യേശുവാണെന്ന് അറിയാലല്ലേ. ബെത്ലഹേമിൽ യേശു പിറന്ന സമയത്ത് സ്വർഗീയ ദൂതന്മാരുടെ ഒരു സംഘം എന്ന് വെച്ചാൽ എ സെഗ്മെൻറ്റ് ഓഫ് ദ ഹെവൻലി ക്വയർ താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവർ പാടാണ്, ജോയ് ടു ദ വേൾഡ്, ദ ലോർഡ് ഹാസ് കം. കർത്താവ് അവതരിച്ചിരിക്കുന്നു, ലോകത്തിൽ മുഴുവൻ സന്തോഷം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജോയ് ഈസ് സ്ട്രെങ്തനിങ്. ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് യുവർ സ്ട്രെങ്ത്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കുക, ജോയ് ഈസ് കണ്ടേജിയസ്. ഈ സന്തോഷം പകരപ്പെടും. സന്തോഷമുള്ള ഒരാളുടെ അടുത്തിരുന്നാൽ മറ്റേ ആൾക്ക് സന്തോഷം ഉണ്ടാവും. ഓക്കെ, സോ എ ജോയ്ഫുൾ ക്രിസ്ത്യൻ ടെസ്റ്റിഫൈസ് ഈവൻ വിത്തൗട്ട് വേർഡ്സ്. സന്തോഷമുള്ള ഒരു വിശ്വാസി വാക്കുകളില്ലാതെ തന്നെ സാക്ഷ്യം വഹിക്കും, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തും. സാക്ഷ്യം പറയുന്നത് തുല്യമാണ്. വാക്കുകൾ ഉപയോഗിക്കാതെ സാക്ഷ്യം പറയുന്നതാണ് സന്തോഷമുള്ള ഒരു വിശ്വാസി. കാരണം ഒത്തിരി പേരെ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അവർ ഭയങ്കര ദാരിദ്ര്യവും പട്ടിണിയും ഭയങ്കര പ്രശ്നങ്ങളിലാണ്. പക്ഷെ അയൽപ്പക്കക്കാർ ഇവരെ വീക്ഷിക്കുമ്പോൾ മുഖത്ത് ഭയങ്കര സന്തോഷം. ഈ സന്തോഷം കൊണ്ട് അവർ നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു? വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് ദിസ്? അത് സുവിശേഷം പറയാൻ ഒരു കാരണമായി മാറും. കാരണം ബിക്കോസ് ജോയ് വാസ് ബബ്ലിംഗ് ആൻഡ് ബബ്ലിംഗ് ആൻഡ് ബബ്ലിംഗ് ഇൻസൈഡ് ഓഫ് ദം. ഇനി എ ഗ്ലൂമി ക്രിസ്ത്യൻ ഈസ് എ കോൺട്രഡിക്ഷൻ ഇൻ ടേംസ്. ചാൾസ് സ്പർജൻ പറഞ്ഞതാണ്, നിരാശപ്പെട്ടിരിക്കുന്ന, ഗ്ലൂമിയായ, വിഷമിച്ചിരിക്കുന്ന ഒരു വിശ്വാസി ആ ക്രിസ്ത്യൻ എന്ന് പറയുന്ന ടേമിന് തന്നെ വിരോധാഭാസമാണ്. കാരണം വിശ്വാസികൾ അങ്ങനെ ആകാൻ പാടില്ല. അടുത്തത്, ജോയ് ഈസ് വാർഫെയർ.
സന്തോഷം എന്ന് പറയുന്നത് ഒരു യുദ്ധപ്രഖ്യാപനമാണ്. ബിക്കോസ് ദി enemy wants to steal your joy because joyful believers are unstoppable. ഈ ഭയങ്കര സന്തോഷമുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യുദ്ധം പടവെട്ടി ജയിക്കുന്നതിന് തുല്യമാണ്. ബിക്കോസ് സന്തോഷമുള്ളൊരു വിശ്വാസി അൺസ്റ്റോപ്പബിളാണ്. ആർക്കും തൊടാൻ പറ്റില്ല, ആർക്കും തടുക്കാൻ പറ്റില്ല. അതുപോലെ അൺസ്റ്റോപ്പബിളായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഫിലിപ്പ് ലേഖനം 4:4 കുറേ നാൾ മുമ്പാണ് നമ്മൾ ഫിലിപ്പ് ലേഖനം പഠിച്ചത്. ദൈവം അനുവദിച്ചാൽ മറ്റ് ചില ലേഖനങ്ങൾ കൂടെ നമ്മൾ പിന്നീട് പഠിക്കാൻ പോകും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അതിലേക്കൊക്കെ വരാം. റിജോയ്സ് ദ ലോർഡ് ഓൾവേസ്. ഐ വിൽ സേ ഇറ്റ് അഗെയിൻ, റിജോയ്സ്. കർത്താവിൽ എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ വീണ്ടും പറയുന്നുവെന്ന് പൗലോസ് പറയാം. ഇനി ചില വചനങ്ങൾ കൂടി ഞാൻ തരാം, കുറിച്ച് വെക്കണേ. 16-ാം സങ്കീർത്തനം 11-ാമത്തെ വചനത്തിൽ, യു മേക്ക് നോട്ട് ടു മീ ദ പാത്ത് ഓഫ് ലൈഫ്, യു വിൽ ഫിൽ മീ വിത്ത് ജോയ് ഇൻ യുവർ പ്രസൻസ്, വിത്ത് ഇറ്റേണൽ പ്ലഷേഴ്സ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ്. നോക്കൂ, യു മേക്ക് നോട്ട് ടു മീ ദ പാത്ത് ഓഫ് ലൈഫ്. ജീവൻ്റെ മാർഗം നീ എനിക്ക് അറിയിച്ചു തരും, വെളിപ്പെടുത്തി തരും. ജീവൻ്റെ മാർഗം, പാത്ത് ഓഫ് ലൈഫ്, അതെന്താണത്? ജീവവൃക്ഷത്തിൻ്റെ മാർഗമാണ്, അല്ലേ? ചുരുക്കം ആളുകൾ മാത്രം സഞ്ചരിക്കുന്ന ഇടുങ്ങിയ വഴിയാണ്. അതിൻ്റെ അവസാനം അതിൻ്റെ അവസാനം ജീവനാണ്. ഇത് നീതിപാതകളാണ്. നീതിപാതകളിലൂടെ അവൻ എന്നെ നടത്തുന്നു, അല്ലേ? 23-ാം സങ്കീർത്തനത്തിൽ നീതിയുടെ പാതയാണ്, ജീവൻ്റെ മാർഗമാണ്, രക്ഷയുടെ മാർഗമാണ്, ആത്മാവിൻ്റെ മാർഗമാണ്. അപ്പോൾ എന്നിട്ട് അതിന് ശേഷം പറയാ, യു വിൽ ഫിൽ മീ വിത്ത് ജോയ് ഇൻ യുവർ പ്രസൻസ്. നിൻ്റെ സന്നിധിയിൽ നീ എന്നെ സന്തോഷത്താൽ നിറയ്ക്കും. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുണ്ട്? ജോയ്, ജോയ്, ജോയ്. ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട് ദൈവസാന്നിധി. ഇപ്പോൾ നമ്മളൊരു പക്ഷെ ഭയങ്കരമായി ദുഃഖിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലുമൊക്കെ ചീത്ത വിളിച്ചു, വഴക്ക് പറഞ്ഞു, പരിഹസിച്ചു, വളരെ മനപ്രയാസമുണ്ടാകുന്ന ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോയതിരിക്കട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് കയറുന്നു. എന്ത് സംഭവിക്കും? ദൈവവും ദുഃഖവും തമ്മിൽ ഒരുമിച്ച് വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേൾക്കുന്നുണ്ടോ? എൻ്റെ സ്വർഗത്തിൻ്റെ അന്തരീക്ഷം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ജോയ്ഫുൾ ആറ്റ്മോസ്ഫിയറാണ്. നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവൻ്റെ പ്രാകാരങ്ങളിലേക്ക്, അവൻ്റെ തിരുനിവാസത്തിലേക്ക്, അവൻ്റെ വിശുദ്ധ സ്ഥലത്തേക്ക് കയറി ചെല്ലുമ്പോൾ പതുക്കെ പതുക്കെ ഇതങ്ങ് ഫെയ്ഡ് ഓഫ് ചെയ്ത് മാറിപ്പോവും. മനസ്സിലാക്കേണ്ട കാര്യം, ജോയ് കംസ് ഫ്രം ഇൻറ്റിമസി വിത്ത് ഗോഡ്. ദൈവമായുള്ള ഭയങ്കരമായ ഇൻറ്റിമസിയിൽ നിന്നാണ് സന്തോഷം വരുന്നത്. നോട്ട് ഇൻഫർമേഷൻ അബൌട്ട് ഹിം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടല്ല ഈ സന്തോഷം വരുന്നത്, ദൈവമായുള്ള അടുപ്പം കൊണ്ടാണ്. ഒന്നുകൂടെ, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടല്ല സന്തോഷം ലഭിക്കുന്നത്, ദൈവത്തോടുള്ള അടുപ്പം കൊണ്ടാണ്. ഒന്ന് ടൈപ്പ് ചെയ്തിടുക, ലൈവ് ചാറ്റിൽ വിടാം, കമൻറ്റ് സെക്ഷനിലിടുക, എഴുതി വെക്കാം. ഒത്തിരി പേർക്ക് ടൈപ്പ് ചെയ്തങ്ങ് അയച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞേക്കാം, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ടല്ല സന്തോഷം കിട്ടുന്നത്, ദൈവത്തോടുള്ള അടുപ്പം കൊണ്ടാണ്. ഹല്ലേലൂയ. ഇനി യോഹന്നാന്റെ സുവിശേഷം 15:11 ആംപ്ലിഫൈഡ് ക്ലാസിക് വേർഷനിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഐ ഹാവ് ടോൾഡ് യു ദീസ് തിങ്സ് സോ ദാറ്റ് മൈ ജോയ് ആൻഡ് ഡിലൈറ്റ് മേ ബി ഇൻ യു ആൻഡ് ദാറ്റ് യുവർ ജോയ് മേ ബി മെയ്ഡ് ഫുൾ ആൻഡ് കംപ്ലീറ്റ് ആൻഡ് ഓവർഫ്ലോയിങ്. കർത്താവ് പറയുന്നത് കേൾക്കും. ഐ ഹാവ് ടോൾഡ് യു ദീസ് തിങ്സ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകണം, പക്ഷേ നിങ്ങളുടെ സന്തോഷം അങ്ങ് പൂർണ്ണമാകാൻ വേണ്ടി. മൈ ജോയ് ആൻഡ് ഡിലൈറ്റ് മേ ബി ഇൻ യു. അപ്പോൾ കർത്താവിൻ്റെ ബേസിക് എന്ന് പറയുന്നത്, കർത്താവിൻ്റെ ബേസിക് സ്വഭാവം എന്ന് പറയുന്നത് സന്തോഷമാണ്. ഡിലൈറ്റ്, ജോയ്, ദാറ്റ് യുവർ ജോയ് മേ ബി മെയ്ഡ് ഫുൾ. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. അപ്പോൾ ഒന്ന് നോക്കിയേ, കുറച്ച് സന്തോഷം ഉണ്ടാകാം, കുറച്ചുകൂടി സന്തോഷം ഉണ്ടാകാം, അങ്ങനെ പോയി സന്തോഷത്തിൻ്റെ പൂർണ്ണതയിലെത്താം. ദൈവസാന്നിധ്യവുമായി ഏറ്റവും അടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സൈൻ എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ പരിപൂർണതയാണ്. 16-ാം സങ്കീർത്തനത്തിൻ്റെ 11 നമ്മൾ കണ്ടു. അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. യേശു കർത്താവ് പറയുവാണ്, ഞാനിതൊക്കെ നിങ്ങളോട് പറഞ്ഞതുപോലും
നിങ്ങളുടെ സന്തോഷം പൂർത്തിയാകാനാണ്. ഈ കാര്യം നടക്കുന്നത് ദൈവവുമായുള്ള അടുപ്പത്തിലൂടെയാണ്, ഉറ്റബന്ധത്തിലൂടെയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം റിച്ചാർഡ് വുംബ്രോണ്ട് എന്നൊരു പാസ്റ്ററെ കുറിച്ച് പറഞ്ഞു. റൊമേനിയൻ പാസ്റ്ററായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുപോയി 14 വർഷമാണ് ജയിലിലിട്ടത്, അണ്ടർ കമ്മ്യൂണിസ്റ്റ് ടോർച്ചർ. 14 വർഷം കടന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എലോൺ ഇൻ എ സെൽ, കോൾഡ് ആൻഡ് ഹംഗ്രി, ഐ ഡാൻസ്ഡ് ഫോർ ജോയ്. ക്രൈസ്റ്റ് വാസ് സോ റിയൽ ടു മീ, ഐ ഫൗണ്ട് ഹി അലോൺ ഈസ് ഇനഫ്. വാവ് വാവ് വാവ്. അദ്ദേഹത്തെ കൊണ്ടുപോയി ജയിലിലിട്ടപ്പോൾ തണുത്ത് ഭയങ്കര തണുപ്പാണ്. മാത്രമല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ഈ തണുപ്പത്തും വിശന്ന് കത്തിക്കാളിയിരിക്കുന്ന വയറുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ സെല്ലിനകത്ത് സന്തോഷം കൊണ്ട് നൃത്തം ചവിട്ടുമായിരുന്നു അദ്ദേഹം. കാരണം കർത്താവ് ആ മുറിക്കകത്തിറങ്ങി. ആൻഡ് ഹി വാസ് സോ റിയൽ ടു മീ എന്ന് അദ്ദേഹം പറഞ്ഞു. ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ പറ്റി. ഒരു കാര്യം മനസ്സിലായി: ചൂട് കിട്ടിയില്ലേലും ഭക്ഷണം കിട്ടിയില്ലേലും ഒരു കാര്യം മതി, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാം മറന്നു പോകും. വാവ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ ശേഷം പ്രാർത്ഥിക്കാം. ഹബക്കൂക്ക് എന്ന പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വചനങ്ങളിൽ അത്തിവൃക്ഷം തളിർക്കുകയില്ല, ഗോശാലയിൽ പശുക്കൾ ഉണ്ടാകുകയില്ല, പിന്നെ പറയുന്നു മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കുകയില്ല, എങ്കിലും ഞാൻ കർത്താവിൽ സന്തോഷിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഹാപ്പനിങ്സിലാണ് ഹാപ്പിനെസ് ഇരിക്കുന്നതെങ്കിൽ കർത്താവിലാണ് സന്തോഷം ഇരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ഈ എലിസബത്ത് എലിയറ്റ് എന്ന് പറയുന്ന ആ മിഷണറി വനിത പറയുന്നത്, ജോയ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് സഫറിങ്, ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. ഈ കഷ്ടതകളൊന്നും ഇല്ലാതിരിക്കുന്നതല്ല സന്തോഷം, മറിച്ച് ദൈവ സാന്നിധ്യത്തിലാണ് സന്തോഷം ഇരിക്കുന്നത്. എനിവേ, ഞാനിങ്ങനെ പണ്ട് രക്ഷിക്കപ്പെട്ട കാലത്തൊരു പാട്ടിൻ്റെ വരി ഇങ്ങനെയാണ്: ജോയ് ഈസ് ദ ഫ്ലാഗ് ഫ്ലോൺ ഹൈ ഫ്രം ദ കാസ്റ്റിൽ ഓഫ് മൈ ഹാർട്ട് വെൻ ദ കിങ് ഈസ് ഇൻ റെസിഡൻസ് ദെയർ. കർത്താവ് ഈ ഹൃദയത്തിൻ്റെ കൊട്ടാരത്തിൽ രാജാവായിട്ടിരിക്കുന്ന സമയത്ത്, വസിക്കുന്ന സമയത്ത്, മുകളിൽ പാറിപ്പറക്കുന്ന കൊടി എന്ന് പറയുന്ന സന്തോഷമാണ്. ജോയ് ഈസ് ദ ഫ്ലാഗ്. ഇവിടെ കർത്താവ് രാജാവായി വാഴുമ്പോൾ കൊട്ടാരത്തിൻ്റെ മുകളിൽ പാറിപ്പറക്കുന്ന കൊടി സന്തോഷത്തിൻ്റെ കൊടിയാണ്. കൈനീട്ടാമോ? കർത്താവെ, ജനങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ. വിട്ട് വരുന്ന പനി കുറേ നാളായിട്ട് മാറുന്നില്ല. യേശുവിൻ്റെ നാമത്തിൽ ആ പനിയും അതിൻ്റെ പുറകിൽ ഇൻഫെക്ഷനും കാരണങ്ങളും മാറിപ്പോട്ടെ. ഭയങ്കരമായി മുടി പൊഴിയുന്ന ആരോ ഒരാളെ കർത്താവ് തൊടുകയാണ്. വട്ടത്തിലൊക്കെ ഇങ്ങനെ പോകുന്ന യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു സൗഖ്യം നടക്കട്ടെ. വിവിധ രീതിയിലുള്ള സ്കിൻ ഡിസീസുകൾ, അതുപോലെ ഡാൻഡ്രഫ്, താരൻ എന്നൊക്കെ പറയുന്ന പ്രോബ്ലംസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഷോൾഡർ പെയിൻ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ലിവർ സൗഖ്യമാകട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ശുശ്രൂഷയിലായിരിക്കുന്ന ചിലരെ കർത്താവ് തൊടുകയാണ്. വലിയ വിടുതലുകൾ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ എൻ്റെ ലിങ്കും ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം. വാട്സപ്പ് സ്റ്റേറ്റസിലിടണം. ഒരുപക്ഷെ ബ്ലെസ്സിങ് ടുഡേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങ് ചെയ്തേക്കുക. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത് 20% ഇത് വ്യൂ ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണ്. അതുകൊണ്ട് ദയവായി ചെയ്യുക. ഒരു വീഡിയോ പോലും മുടങ്ങാൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.